സല്യൂട്ട് ഭാരത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി കെ രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ കഴിഞ്ഞ ഭരണകാലം, നമ്മുടെ കേരളത്തിലെ ഈ കഴിഞ്ഞ ഭരണകാലത്ത് നമ്മളെല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച ചില പ്രസ്താവനകൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് ജയിൽ പുള്ളികൾക്ക് ആഹാരത്തിൻ്റെ മെനുവിൽ തുടങ്ങി, അവർക്ക് പരോൾ അനുവദിക്കുന്നതിൽ തുടങ്ങി, അവർക്ക് കൂലി, അവർ ചെയ്യുന്ന ജയിലിലെ ജോലിക്ക് നൽകുന്ന കൂലി തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ജയിലിനകത്ത് അവരൊരു സുഖവാസത്തിനാണോ പോകുന്നത് എന്ന് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ജയിലിലേക്ക് വരുമ്പോൾ സ്വന്തം തറവാട്ടി വരുന്നൊക്കെ പറയുന്ന പോലെ ജയിൽ പുള്ളികൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ ജയിൽ പുള്ളികൾക്ക് ഇങ്ങനെ ഒരുപാട് എക്സ്ക്യൂസ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. സാർ, ഇവിടെ ഇപ്പോൾ പറയാൻ കാര്യം, ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ പുതിയ മുഖ്യമന്ത്രി വിജയ്, സിനിമാ താരം വിജയ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. ഈ ജയിൽ പുള്ളികൾക്ക് നൽകുന്ന ഇത്രയും വളരെ പ്രോട്ടീൻ കലർന്ന ആഹാരം, അതായത് മാംസാഹാരം അല്ലാതെ മത്സ്യം അല്ലാതെയൊക്കെ ചേർത്തുള്ള ആഹാരം കൊടുക്കുന്നല്ലോ, ഇതെല്ലാം നിങ്ങൾ ഈ ജയിൽ പുള്ളികൾക്ക് കൊടുത്ത് അവരെ ഇറങ്ങുമ്പോൾ അവർ വീണ്ടും ക്രിമിനലുകളാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുന്നതിനേക്കാൾ ഈ ആഹാരം, ഈ വ്യവസ്ഥ, ഈ പ്രോട്ടീൻ കലർന്ന ആഹാരം നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് ആഹാരമായി കൊടുത്തുകൂടെ എന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ ചിന്തിക്കണം എന്ന് വിജയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ കഴിഞ്ഞ ദിവസം വന്നു പോയതായി കേൾക്കുന്നു. സാർ, അത് നമുക്കിത് വിജയ് പറയുമ്പോൾ എന്താണ് സാർ, ഇതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യവും ഈ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കുമ്പോൾ എന്താണ് സാറിന് പറയാൻ തോന്നുന്നത്? ഏറ്റവും വിപ്ലവകരമായ ഒരു തീരുമാനമാണത്. വിപ്ലവകരമായ തീരുമാനം. പരിഷ്കൃത സമൂഹം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് വിജയ് പോലെയുള്ള ഒരു സിനിമാ താരത്തിന് മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഈ മാതിരി ആർജവത്തോടെ നിലപാടെടുക്കാനും കഴിയുകയുള്ളൂ. ഒരു പക്ഷെങ്കില് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയുണ്ടായിരുന്ന സർക്കാരുകളെ, DMK ആണെങ്കിലും ADMK ആണെങ്കിലും ഇത്തരത്തിലുള്ള വലിയ ഉറച്ച കാൽവയ്പൊന്നും ഇത്തരം കാര്യങ്ങൾ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്തായാലും ഗംഭീര തീരുമാനം എന്ന് തന്നെ ഞാൻ പറയാം. ഐബാസ് പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ജയിൽ പുള്ളികളുടെ മെനു എന്താണ്? ജയിൽ പുള്ളികളുടെ മെനു എന്ന് ജയിലിലെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്നത്, അല്ലേ? അവർക്ക് ആഴ്ചയിലെ 1-2 ദിവസം മാംസം കൊടുക്കും, ഇറച്ചി കൊടുക്കുന്നുണ്ട്, 1-2 ദിവസം മീനുണ്ട്, ഒരു ദിവസം മുട്ടയുണ്ട്, പിന്നെ മറ്റു പച്ചക്കറികൾ. 3 നേരം സുഭിക്ഷമായ ഭക്ഷണമാണ്, ഒന്നാന്തരം ഭക്ഷണമാണ്. ഇപ്പൊ തിരുവനന്തപുരം ആ ജയിലാണ്, അവർ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കുന്ന യൂണിറ്റ് തന്നെയുണ്ട്. അവർക്ക് തന്നെ അത്തരം കാര്യങ്ങളിൽ അവിടെ തന്നെ നേരിട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിഷ്കാരം. ഇപ്പൊ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പണ്ട് കാലത്ത് ജയിലിൽ പോവാന്ന് പറഞ്ഞാൽ ഉണ്ട തിന്നാൻ പോവാന്നാണ് പറയുന്നത്, അല്ലേ? സന്ധ്യയാകുമ്പോ ഉണ്ട, അതായത് ഗോതമ്പിന്റെ എന്തോ ഒരു മാവ് എല്ലാം കൂടി ഇട്ട് കുഴച്ച്, മൈദായോ എല്ലാം കൂടി ഇട്ട് കുഴച്ച് ഒരു സാധനം, ഒരു കൊഴുക്കട്ട പോലോ കുറച്ചൊരു വലിപ്പത്തിലോ കൊടുക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ജയിലിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു പ്രയോഗം അതായിരുന്നു, അവിടെ പോയി ഉണ്ട തിന്നുക എന്ന് പറയുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഉണ്ടയാണോ തിന്നുന്നത്? ഏറ്റവും പോഷക സമൃദ്ധമായ ആഹാരമാണ് ജയിലിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ നല്ല കൂലി. ഇപ്പൊ നെട്ടുകാൽത്തേരി അങ്ങനെയൊക്കെയുള്ള തിരുവനന്തപുരത്തെ തുറന്ന ജയില്, അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണിയെടുക്കുന്നവർക്ക് ഇഷ്ടംപോലെ സ്ഥലം കിടക്കുകയാണ്, പച്ചക്കറിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ പണിയെടുക്കുന്നവർക്ക് നല്ല തുകയും കിട്ടുന്നുണ്ട്, നല്ല പൈസയും കിട്ടുന്നുണ്ട്. അപ്പൊ അവസാനം ഒരു ജോലിയും തുക കഴിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തുകയും കൈ കിട്ടും. ഇതായിരുന്നു ജയിലിലെ അന്തരീക്ഷം. പക്ഷെ നമ്മുടെ സ്കൂൾ കുട്ടികളുടെ അവസ്ഥയോ? അതിനെക്കുറിച്ചാണ് വിജയ് പറയുന്നത്. വിജയുടെ വലിയ തീരുമാനമാണ് കേട്ടോ, ഒരു വലിയ തീരുമാനം. സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് കിട്ടുന്നത്? അവരുടെ ഭക്ഷണം നോക്കുക. എനിക്ക് തമിഴ്നാട്ടിന്റെ മെനുവിനെ കുറിച്ച് അറിയത്തില്ല, അത് തന്നെയായിരിക്കും, കേരളത്തിലെ പോലെ തന്നെ ആയിരിക്കും എന്നാണ് അവിടെ തോന്നുന്നത്. ഇവിടെ വളരെ മിനിമമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം വരെ ഏതാണ്ട് 8 രൂപയോ 9 രൂപയാണ് ഒരു കുട്ടിക്ക് സൗജന്യ ഉച്ചഭക്ഷണത്തിനായിട്ട് സർക്കാർ അനുവദിക്കുന്നത്. അരി കൊടുക്കും. അരി കൊടുത്തതിന് ശേഷം ബാക്കി 8-9 രൂപ കൊണ്ടിട്ട് വേണം പച്ചക്കറി, ഇവൻ ആവശ്യമായ കൂട്ടാനൊക്കെ ഒരുക്കുന്നതിനായിട്ട്, ഇതിന്റെ സൈഡ് ഡിഷസ് എന്നൊക്കെ പറയുന്ന കൂട്ടാൻ ഒരുക്കുന്നതിനായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ 8-9 രൂപയ്ക്ക് എന്താ പച്ചക്കറി കിട്ടും? എന്ത് കൊടുക്കാൻ പറ്റും അവർക്ക്? അതിനകത്തൊരു മെനു നിശ്ചയിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയിരുന്ന കാലത്ത് വരെ വെജിറ്റബിൾ ബിരിയാണി വരെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. അങ്ങനെ ഗീർവാണം അടിച്ചേച്ചൊക്കെ പോകുന്നുള്ളതേ ഉള്ളൂ. ആർക്കെങ്കിലും അങ്ങനെ വെറുതെ ഇട്ട് വെജിറ്റബിൾ ബിരിയാണി പോട്ടെ, നല്ല ഭക്ഷണം എന്തെങ്കിലുമൊക്കെ നല്ല പച്ചക്കറികളിട്ടുള്ള നല്ല ഭക്ഷണം കൊടുത്ത കുട്ടികളുടെ എണ്ണം എത്ര ഉണ്ട്? ഏതൊക്കെ സ്കൂളിൽ കൊടുക്കുന്നുണ്ട്? അപ്പൊ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന റേറ്റ് ഇതാണ്. 10 രൂപയിൽക്ക് താഴെയാണ് ഒരു കുട്ടിക്ക് ഒരു ദിവസം കലൗട്ട് ചെയ്യുന്നത്. അത് തന്നെ അല്ലാതെ ആഴ്ചയിൽ മുട്ട കൊടുക്കുകയും വേണം കേട്ടോ. ഇതിനകത്ത് മുട്ടയും കൊടുക്കണം, പാലും കൊടുക്കണം. പാലിന്റെ വില ഈ ദിവസം അറിയാലോ എപ്പോഴൊക്കെയാണ് ലിറ്റർ പാലിന്റെ വില വരുന്നത്. മുട്ടയുടെ വിലയും ചില സീസണിലൊക്കെ കയറി പോകുന്നത് അറിയാം.
അപ്പൊ ഇത് ഇത്രയും വസ്തുക്കളാണ് ഒരാഴ്ചയില് പിന്നെ കുട്ടിയുടെ മെനു ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന് കൊടുക്കുന്ന ഒരു മാസം ഒരു കുട്ടിക്ക് 10 രൂപയിൽ താഴെയുമാണ്. എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാതിരിക്കാനൊക്കെ, കൊടുക്കാതിരിക്കാൻ മാർഗമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? അധ്യാപകര് ചിലരൊക്കെ ആണെങ്കിൽ PTA എന്തെങ്കിലുമൊക്കെ കൈ നീട്ടിട്ട് സംഭാവന കൊടുക്കും, അല്ലെ അധ്യാപകരുടെ ശമ്പളത്തിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ പിന്നെ നാടുകൾ നടന്നിട്ട് ആളുകളോടൊക്കെ ചോദിക്കും കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനാണേ എന്തെങ്കിലുമൊക്കെ തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധ്യാപകർ കൈനീട്ടിക്കൊണ്ട് ഇറങ്ങുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് വാർത്തകൾ കേൾക്കുന്നില്ല ഇത്തരം കാര്യങ്ങളില്, അവരുടെ ബുദ്ധിമുട്ടുകള്. പച്ചക്കറിക്കാരന് കൊടുക്കാൻ പൈസ ഇല്ല ഒരവസ്ഥ വരികയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ തല്ലിക്കൂട്ടി അവർ കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞതല്ലേ, ഈ സ്കൂളിലെ സാറന്മാരെ പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാല് പിന്നെ ഇവിടൊക്കെ ഓമയെന്നാ പറയുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയുന്നത്? ഓമയ്ക്കായിക്ക് കോട്ടയത്തൊക്കെ കപ്പളങ്ങ എന്നൊക്കെ പറയുന്ന വസ്തു ഉണ്ടല്ലോ, അതിന് വലിയ ഡിമാൻഡാണ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ പുരയിടത്തിൽ നിന്നൊക്കെ ചെല്ലുക, സാറന്മാര് ചെന്ന് കയറിയിട്ട് അതേന്ന് പറിച്ചുകൊണ്ട് പോരുക, പറിച്ചുകൊണ്ട് വന്നിട്ട് തോരനൊക്കെ വെക്കുക. തോരൻ മലബാർ ഉപ്പേരി എന്നൊക്കെ പറയുന്ന പോലെ തോരനൊക്കെ വെച്ച് കൊടുക്കുക. പ്രധാനപ്പെട്ട ആഹാരം ഇതൊക്കെയാണ്. ഇതല്ലാതെ എന്ത് കിട്ടും? അതൊക്കെ ഓരോ വീടുകളിൽ ചെന്ന് പിന്നെ വീട്ടുകാരെയൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടൊക്കെ നിർബന്ധിച്ചൊക്കെ അതൊക്കെ എടുത്തോണ്ട് പോരുന്നത്. ഇതാണ്. പക്ഷെ ഈ കാലങ്ങളായിട്ട് തുടർന്ന് വരികയാണ്. ഇതിനൊരു പരിഹാരവുമില്ല. ഏത് അധ്യാപക സംഘടനക്കാരും ഒക്കെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും കൊടുക്കത്തില്ല. വെറുതെ പറയാൻ വാഗ്ദാനങ്ങൾ ധാരാളമുണ്ട്. ആ സമ്പ്രദായമാണ് മെനു പിന്നെ വിജയ് മാറ്റുന്നു എന്ന് പറയുന്നത്. വിജയ് പറയുന്നത് ഇത് നേരെ തിരിച്ചിടണം. ജയിൽ പുള്ളികളുടെ മെനു സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കണം. കാരണം അവരാണ് വളർന്നു വരുന്നവരല്ലേ, അവർ വളർന്നു വരുന്ന തലമുറയാണ്. അവര് പോഷകസമൃദ്ധമായ ആഹാരം ഈ പറയുന്നത് പോലെ 1-2 ദിവസം ഇറച്ചി മാംസമോ അല്ലെങ്കിൽ 1-2 ദിവസം പിന്നെ മത്സ്യം വേണ്ടവർക്കാണെങ്കിൽ മത്സ്യം കൊടുക്കുക, അതേപോലെ തന്നെ മുട്ട വേണ്ടവർക്ക് മുട്ട കൊടുക്കുക, വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്താണെങ്കിലും പോഷകസമൃദ്ധമായ ഈ മെനു സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കണം. വളരുന്ന തലമുറയെ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. മറ്റേതൊന്നും രാജ്യസേവനം ചെയ്തിട്ട് അല്ലല്ലോ ജയിലിൽ വരുന്നത്. രാജ്യസേവനം ചെയ്യുകയും അല്ലെങ്കിൽ കീർത്തിയാക്രം മേടിച്ചവന്മാരൊന്നും അല്ലല്ലോ ജയിലിൽ വന്ന് കിടക്കുന്നത്. അത് ഡിസ്ക്രിമിനൻസ് ആണല്ലോ. അവന്മാർക്ക് അത് തന്നെ കൊടുത്താൽ മതി എന്നുള്ളതാണ്. പഴയ ഉണ്ട തിരിച്ചു പറഞ്ഞു എന്നുള്ളതാണ് അല്ലേ? നല്ല കാര്യമാണ്. ഏതായാലും സാർ, ഈ ഗോവിന്ദച്ചാമി നമ്മള് കണ്ടതാണ്. ഗോവിന്ദച്ചാമിയൊക്കെ സിനിമാ താരത്തെ പോലെയാണ് ഇരിക്കുന്നത് ഇപ്പൊ കാണാനൊക്കെ. അവിടുത്തെ ആഹാരമൊക്കെ കഴിച്ച് സിനിമാ താരത്തെ. പിന്നെ ഈ അടുത്ത സമയത്ത് വന്ന ഗോവിന്ദച്ചാമി, അതേപോലെ തന്നെ എന്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ സൂര്യനെല്ലി കേസിലെ 1-ാം പ്രതി ഒരു അഡ്വക്കേറ്റ് ധർമ്മരാജൻ ഉണ്ടായിരുന്നു. പെൺകുട്ടിയെ 41 ദിവസം കൊണ്ട് ഉപദ്രവിച്ച കേസിലെ ധർമ്മരാജനെ അവസാനം പിന്നെ കർണാടക അതിർത്തിയോടെ ചേർന്ന് കിടക്കുന്ന ഒരു പാറമടയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സമയത്ത് ഇയാൾ കറുത്ത് കരിക്കട്ട പോലത്തെ ഒരു രൂപത്തിൽ ഒരു വികൃത രൂപമായിരുന്നു. ഇയാളെ ഒരു പാറമട ജോലി ചെയ്യായിരുന്നു. അയാളെ പിന്നെ കോട്ടയത്ത് കൊണ്ടുവന്നു. കോട്ടയം ജയിലിൽ, പൊൻകുന്നത്തുകാരനാണ്, കോട്ടയം ജയിലിലായിരുന്നു. അവിടെ ഇയാൾക്ക് മെസ്സിന്റെ ചുമതല ഇയാൾക്കായിരുന്നു. അത് അടുക്കളയുടെ ചുമതല ധർമ്മരാജനാണ്. വക്കീലാണ് കേട്ടോ, വക്കീലാണ്. നല്ല നിലയില് ഒക്കെ പാസ്സായിട്ടുള്ള ആളാണ്. പക്ഷെ കയ്യിലിരിപ്പ് ശരിയല്ലായിരുന്നു. അങ്ങനെയാണ് കേസിൽ ചെന്ന് വിട്ടുകൂടുന്നത്. കേസിലെ 1-ാം പ്രതിയായിരുന്നു. എനിക്ക് അതിശയം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു കേസിന് ഇയാളുടെ അച്ഛനോ മറ്റോ ഇയാളെ ചെന്ന് കാണുന്നുണ്ടായിരുന്നു. കുറച്ച് നാള് കഴിഞ്ഞിട്ട് 6 മാസമോ 1 വർഷമോ കണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴ് കാണാനായിട്ട് ആ സമയത്ത് ഇയാൾ ഇറങ്ങി വരുന്ന ഒരു ചിത്രം ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ എടുത്തുകൊണ്ട് വന്നു. നമ്മൾ പറയുന്നത് നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോവും. ഒരു മമ്മൂട്ടി മോഹൻലാൽ സ്റ്റൈലാണ്. നല്ല വെളുത്ത് ചുമന്ന് തൊടുത്ത് അയാളുടെ ഒറിജിനൽ കളർ തന്നെയായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസ് മറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന് മുങ്ങി നടക്കുന്ന സമയത്തുണ്ടായ അവസ്ഥയാണത്. പക്ഷെ ജയിലിലെ 6 മാസത്തെ ഭക്ഷണം അത് തന്നെ മെനുവിന്റെ ചുമതലയും കൂടെ പിന്നെ മെസ്സിന്റെ ചുമതലയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു സ്റ്റൈലിലാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലായത് ജയിൽ ഭക്ഷണത്തിന്റെ സുഖം എന്താണെന്നുള്ളത്. ഇപ്പൊ ചില ജഗതി ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നില്ല, വിരിച്ച് റോഡിൽ കിടന്ന് ചെന്നൈ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയിലിൽ അപ്പൊ ജയിലിൽ പോകുക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സംഭവമൊന്നുമല്ല. അല്ല സാർ, നമ്മളിത് പറയുമ്പോഴേ സാർ, നമ്മൾ കഴിഞ്ഞ ഭരണകാലത്ത് നമ്മൾ കണ്ടതാണ് എന്തെല്ലാം പരിഷ്കാരമാണ് ജയിൽ പുള്ളികൾക്കായി ഒരു സർക്കാർ ചെയ്തത്. പരോള് പോലും നമ്മളൊക്കെ അതിശയിച്ചു പോയി. വളരെ വളരെ സമൂഹം ചർച്ച ചെയ്ത ഞാൻ കേസുകളുടെ പേരൊന്നും പറയുന്നില്ല, പല പ്രതികളെയും അവർ എത്ര തവണയാണ് പുറത്തു വിട്ടത് സാർ. അപ്പോൾ ഇത് ഇങ്ങനെ വിജയ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ലാതെ അദ്ദേഹം ആദ്യമായാണ് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ ഈ അധികാര സ്ഥാനത്ത് വരുമ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഇതിനെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ രാഷ്ട്രീയം അരച്ചു കലക്കി കുടിച്ച് നടക്കുന്ന നമ്മുടെ പിന്നെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ, അത് മുഖ്യമന്ത്രി തുടങ്ങിയ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ ഒരു മാറ്റി ചിന്തയ്ക്ക് ഒരുങ്ങുമോ, അതോ ഇത് പരിഹസിച്ച് തള്ളിക്കളയും? അത് മാറ്റി ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, നമ്മുടെ തലച്ചോറ് വളരേണ്ടത് ആരുടെയാണ്? തലച്ചോറും ബുദ്ധിയും ശരീരവും ഒക്കെ വളരേണ്ടത് പുതിയ തലമുറയുടേതാണ്, ചെറിയ കുട്ടികളുടേതാണ് അല്ലേ? അവരാണല്ലോ രാഷ്ട്രത്തിന്റെ സമ്പത്തുകളായിട്ട് വളരേണ്ടി വരേണ്ടത്. അവരുടെ തലച്ചോറല്ലേ വളരേണ്ടത്.
അല്ല ജയിലിൽ കിടന്ന് ചൊരുത്തനെ കൊന്നേച്ച് ബലാത്സംഗവും കൊലപാതകവും പിടിച്ചുപറിയൊക്കെ നടത്തുന്നവനല്ലല്ലോ കൊടുക്കേണ്ടത്. അവൻ അനുഭവിക്കണം, അവന് ശിക്ഷയാണ് അല്ലേ, അവരെ ജയിലിലേക്ക് ഇടുന്നത് ശിക്ഷിക്കാനാണ്. ഇവിടെ അങ്ങനല്ല. ഇപ്പൊ നേരെ രക്ഷ ഇത് പറഞ്ഞല്ലോ, ജയിലാണ് ലോകത്തിലെ അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും സുരക്ഷിതമായ താവളം, നല്ല ഭക്ഷണം കിട്ടുന്നത്. ജയിലിൽ പോയാൽ ഇപ്പൊ അങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. പോയിട്ട് ജയിലിൽ പോയാൽ മതി, നല്ല ഭക്ഷണവും കിട്ടും അല്ലെ, ഇപ്പൊ ഒരു കുറച്ച് ഇതൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ കുറച്ചു കാലം കൊണ്ട് ഇറങ്ങി പോരാ, ചില പൈസയും കിട്ടും എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പൊ ജയിലൊരു തടവും മുറി എന്നുള്ളൊരു സങ്കല്പം തന്നെ മാറിയിരിക്കുകയാണ് ഇവിടെ. അത് മാറ്റണം. അപ്പോ നമ്മുടെ സാംസ്കാരിക നായകരോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് പുറത്ത് നിൽക്കുന്നവരോ ഇതൊരു ചർച്ചാ വിഷയമാക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? തീർച്ചയായിട്ടും. അതായത് നല്ല തീരുമാനമാണ്. കാരണം നല്ല തീരുമാനമാണ്. ഇത് തമിഴ്നാടിന് മാത്രമേ കറ്റുള്ളൂ. കാരണം നമ്മളെ കൊണ്ടതൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള തലത്തിലേക്കൊന്നും ചിന്തിക്കത്തില്ല. ഇപ്പൊ അവിടെ 1 രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയില്ലേ, അത് വിജയ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. വീട്ടമ്മമാർക്കും ഒക്കെ 1 രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊക്കെ. അതേപോലെ തന്നെ 5 രൂപയുടെ ഉച്ചമെസ്. പണ്ട് അമ്മ ക്യാൻറ്റീൻ എന്നൊക്കെ പറഞ്ഞ ജയിലിൽ നിന്ന് തുടങ്ങിയതിന്റെ മറ്റൊരു മോഡലാണ് 5 രൂപയ്ക്ക് ഉച്ചഭക്ഷണം. ഇതിനൊക്കെ വലിയ പോപ്പുലർ പദ്ധതികൾ അവിടെ നടപ്പാകുന്നുണ്ട് കേട്ടോ. വിജയ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വിജയ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ പരിഷ്കാരവും നമുക്കും ഒരു മോഡലാകും, നമുക്കും ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു മോഡലായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു പ്രചോദനമാകും. പിന്നെ എത്ര കണ്ട് നടപ്പാകും എന്നുള്ളത് കേരളത്തിന്റെ ഒരു ആംഗിൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതേപോലെ വീക്ഷണമുള്ള ഏതെങ്കിലും ഭരണാധികാരികൾ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഏതായാലും നമ്മുടെ ഭരണാധികാരികൾ ഇത് ശ്രദ്ധിക്കും എന്ന് നമുക്ക് കരുതാം. അതിനൊരു നിമിത്തം നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഉണ്ടാകുമെങ്കിൽ അതാകട്ടെ എന്നുകൂടെ നമുക്ക് കരുതാം. താങ്ക് യു. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം. ബോസ്. താങ്ക് യു സർ. താങ്ക് യു.